Hello everyone, welcome to I+. From FIFA to High Court. രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒന്നാം ഭാഗത്തിൽ ഈ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന കുറേ വാക്കുകളും അതോടൊപ്പം പ്രധാനപ്പെട്ട കുറേ ഇഡിയംസും നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് അതേ കാര്യങ്ങൾ തന്നെ ഒരു വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ട് ഒരു റിവേഴ്സ് മെത്തേഡിൽ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ട് ഇവിടെ പഠിക്കാം. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർപ്പിച്ചുകൊണ്ട് തുടങ്ങാം. വൺ ഹൂ ലീഡ്സ് എ ടീം, പട നയിക്കുന്ന ഒരാളുടെ പേരെന്താണ്? അയാളാണ് ക്യാപ്റ്റൻ. വൺ ഹൂ ലീഡ്സ് എ ടീം, അതായത് ഒരു ടീമിനെ നയിക്കുന്ന വ്യക്തിയാണ് ക്യാപ്റ്റൻ. ഓർത്തു വെക്കുക, അതൊരു വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഓർത്തു വെക്കുക. ദെൻ വൺ ഹൂ എൻഫോഴ്സസ് റൂൾസ്, കൃത്യമായ നിയമങ്ങൾ നടപ്പിലാക്കുന്ന വ്യക്തി. നമ്മളിപ്പോൾ ഇത്രയും നേരം പഠിച്ചതിൽ നിന്ന് എന്താണ് മനസ്സിലായത്? വൺ ഹൂ എൻഫോഴ്സസ് റൂൾസ്, നിയമങ്ങൾ നടപ്പിലാക്കുന്ന വ്യക്തി, അത് റഫറിയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഹൂ സെറ്റിൽസ് ഡിസ്പ്യൂട്ട്സ്. ഓൾറെഡി നമ്മുടെ ഒരു ലീഗൽ വൊക്കാബുലറി മനസ്സിലാക്കിയ കാര്യമാണ്. ഡിസ്പ്യൂട്ട്സ്, തർക്കങ്ങൾ പരിഹരിക്കുന്ന വ്യക്തി ആരാണ്? ആർബിട്രേറ്റർ. ഓക്കെ, ആർബിട്രേറ്റർ. ദെൻ വൺ ഹൂ റീപ്ലേസസ് അനദർ, ഒരാളുടെ അസാന്നിധ്യത്തിൽ അയാൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ഓക്കെ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാൾ. വൺ ഹൂ റീപ്ലേസസ് അനദർ, സബ്സ്റ്റിറ്റ്യൂട്ട് അഥവാ പ്രോക്സി. വൺ ഹൂ ഒപ്പോസസ് അനദർ, ഒരാളെ എതിർക്കുന്ന മറ്റൊരുവൻ, അത് റൈവൽ ആണ്. ഓക്കെ, റൈവൽ, ഒപ്പോണന്റ്, ഡിട്രാക്ടർ, നമ്മൾ പലതും പഠിച്ചു. ഓക്കെ, ദെൻ ഫുട്ബോൾ ആൻഡ് ലീഗൽ വൊക്കാബുലറി. ഇനി നമുക്ക് ആ ഫുട്ബോളിനെ ലീഗൽ വൊക്കാബുലറി നമ്മൾ ഇന്ന് താരതമ്യം ചെയ്ത് പഠിക്കാം. റഫറി, ജഡ്ജ്, അതായത് ഫുട്ബോളിലെ റഫറിയെ നമുക്ക് ഈ പറഞ്ഞ ലീഗൽ വൊക്കാബുലറിയിലേക്ക് വരുമ്പോൾ ജഡ്ജുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ നമ്മളിവിടെ ഫുട്ബോളും ഈ പറഞ്ഞ ലീഗൽ വൊക്കാബുലറിയും കൂടെ ഏതെങ്കിലും തരത്തിലൊരു കണക്ഷൻ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് താരതമ്യം ചെയ്ത് പഠിക്കുകയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, റഫറി, ജഡ്ജ്. കാരണം ഫുട്ബോളിൽ റഫറിയുടെ ജോലി എന്താണ്? ഇന്റർപ്രറ്റ്സ് റൂൾസ്, നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്ന. ഹിയേഴ്സ് പ്ലെയർ കംപ്ലൈൻറ്റ്സ്, അതായത് കളിക്കാരന്റെ, ആ വ്യക്തിയുടെ, ആ പ്ലെയറിന്റെ കംപ്ലൈൻറ്റ്സ്, അദ്ദേഹത്തിന്റെ ആശങ്കകളോ അവരുടെ എന്തെങ്കിലും പരാതികളോ ഉണ്ടെങ്കിൽ കേൾക്കുന്ന വ്യക്തിയാണ്. മേക്സ് ഫൈനൽ ഡിസിഷൻസ്, പല പ്രധാനപ്പെട്ട ഫൈനൽ ഡിസിഷൻസും എടുക്കുന്നത് റഫറിയാണ്. അവാർഡ്സ് പെനാൽറ്റീസ്, തെറ്റുകൾ കാണിച്ചു കഴിഞ്ഞാൽ പെനാൽറ്റീസ്, ഈ പറഞ്ഞ ഗ്രീൻ കാർഡ് അല്ല യെല്ലോ കാർഡ്, റെഡ് കാർഡൊക്കെ കാണിക്കുന്നത്. പണിഷസ് ഫൗൾസ്, തെറ്റുകുറ്റങ്ങൾ, അതിന് ശിക്ഷ കൊടുക്കുന്ന ആളാണ് ഫുട്ബോളിൽ റഫറി. അപ്പൊ റഫറിയുടെ എന്തൊക്കെയാണ് ജോലികളെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെയെങ്കിൽ കോടതിയിലേക്ക് വരുമ്പോൾ അതാരാണ്? അത് ജഡ്ജാണ്. ജഡ്ജ് നിയമങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നു. ആർഗ്യുമെന്റ്സ്, രണ്ട് വാദിയുടെയും പ്രതിയുടെ എല്ലാം ആർഗ്യുമെന്റ്സ് കേൾക്കുന്നു. ഗീവ്സ് വേർഡിക്ട്സ്, ഒടുവിൽ വിധി പറയുന്നു. പണിഷ്മെന്റ് കൊടുക്കുന്നു. റിസോൾവ്സ് ഡിസ്പ്യൂട്ട്സ്, ഈ പറഞ്ഞ ഡിസ്പ്യൂട്ട്സിന്റെ ഒക്കെ ഫൈനൽ ഡിസിഷൻ എടുക്കുന്നതും ഈ പറയും പോലെ ആരാണ്? ജഡ്ജാണ്. മനസ്സിലായല്ലോ? അപ്പോൾ വൊക്കാബുലറിയിലേക്ക് വരുമ്പോൾ റഫറി ഇസ് വൺ ഹു എൻഫോഴ്സസ് റൂൾസ് ആൻഡ് ജഡ്ജ് ഇസ് വൺ ഹു അഡ്മിനിസ്റ്റേഴ്സ് ജസ്റ്റിസ്. ഇങ്ങനെ വേണം മനസ്സിലാക്കാൻ. അപ്പൊ നമ്മളൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോഴും ആ വ്യത്യാസം മനസ്സിലാക്കണം. റഫറി എന്ന് പറഞ്ഞാൽ റൂൾസ് എൻഫോഴ്സ് ചെയ്യുന്ന വ്യക്തി. ജഡ്ജ്, കോടതിയിലെ ജഡ്ജ് ആരാണ്? വൺ ഹു അഡ്മിനിസ്റ്റേഴ്സ് ജസ്റ്റിസ്, നീതി നടപ്പാക്കുന്ന, ആ നീതി നടപ്പാക്കിയെന്ന് ഉറപ്പ് വരുന്ന ആളാണ് ജഡ്ജ്. ഓക്കെ, സോ ഫുട്ബോളിൽ റഫറി, കോർട്ടിൽ ജഡ്ജ്, രണ്ടുപേരും ഡിസിഷൻ മേക്കേഴ്സ് ആണ്. ഓക്കെ, അടുത്ത നോക്കിയേ, യെല്ലോ കാർഡിനെ നമുക്ക് വാണിംഗ് ആയിട്ട് എടുക്കാം. യെല്ലോ കാർഡ്, ഇപ്പോൾ ഒരു ചെറിയൊരു ഫൗള് കാണിക്കുമ്പോഴത്തേക്ക് ഈ റഫറി പൊക്കി കാണിക്കുന്ന സാധനമാണല്ലോ യെല്ലോ കാർഡ്. ഫുട്ബോളിൽ യെല്ലോ കാർഡ് എന്ന് പറഞ്ഞാൽ പ്ലെയർ കമ്മിറ്റ്സ് എ ഫൗൾ, പ്ലെയർ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റ് കാണിക്കുന്നു. റഫറി ഷോസ് യെല്ലോ കാർഡ് പൊക്കി കാണിക്കും. അതിന്റെ അർത്ഥം എന്താണ്? യു ആർ ഗിൽറ്റി, നിങ്ങൾ ഒരു തെറ്റ് ചെയ്തിരിക്കുന്നു, ബട്ട് ദിസ് ഇസ് യുവർ വാണിംഗ്, ഇത് നിങ്ങളുടെ വാണിംഗ് ആണ്. ഒരു വാണിംഗ് കൊടുക്കുന്നതാണ് യെല്ലോ കാർഡ്. അറിയാമല്ലോ, സിമ്പിൾ ആയിട്ട് നമുക്ക് ആ രീതിയിൽ മനസ്സിലാക്കാം. കോർട്ട് ഇക്വലന്റ് എന്ന് പറയുന്നത് എന്താണ്? കോർട്ടിൽ നമുക്ക് അതിന് തതുല്യമായ സാധനം എന്താ ഉള്ളത്? യെല്ലോ കാർഡിന് പകരം വാണിംഗ്, കോഷൻ, അഡ്മോണിഷൻ, റെപ്രിമാൻഡ്. ഈ 4 വാക്ക് ഓർത്ത് വെച്ചേക്കണം. ലീഗൽ വൊക്കാബുലറിയിൽ അറിഞ്ഞിരിക്കേണ്ട വാക്കുകളാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കണക്ട് ചെയ്ത് ഞാൻ പഠിപ്പിക്കുന്നത്. കോർട്ട് ഇക്വലന്റ് ആണ് വാണിംഗ്. ഓക്കെ, വാണിംഗ് നിങ്ങൾ പിന്നെയും കേട്ടിട്ടുണ്ട്. ഓക്കെ, കൗഷൻ, ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ ഇത് രണ്ടും, അഡ്മോണിഷനും റെപ്രിമാൻഡും, രണ്ടും ഈ പറഞ്ഞ കോടതി വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് ഫേമസ് ആയ 2 പദങ്ങളാണ്. സോ ഓർത്ത് വെക്കുക, യെല്ലോ കാർഡിന് സമാനമായ ചില വാക്കുകളാണ് നമ്മൾ ലീഗൽ വൊക്കാബുലറിയിൽ തപ്പി നോക്കുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്ന എന്താണ്? വാണിംഗ്, കോഷൻ, അഡ്മോണിഷൻ, റെപ്രിമാൻഡ്. ഇനി ഉദാഹരണം നോക്കിയത്, ദ ജഡ്ജ് ഇഷ്യൂഡ് എ വാണിംഗ് ടു ദ അക്യൂസ്ഡ്. ആ കുറ്റാരോപിതന് ഒരു വാണിംഗ് കൊടുത്തു ജഡ്ജ്.
The judge issued a warning to the accused. അപ്പോൾ ഇനി വീണ്ടും അതിലെ അഡ്മോണിഷൻ ഞാൻ എടുത്തു പറഞ്ഞുകൊണ്ട് കേട്ടോളൂ. അഡ്മോണിഷൻ എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ വാർണിംഗ് എന്നാണ്, ഔദ്യോഗികമായിട്ടുള്ള വാർണിംഗ് എന്നാണ് അഡ്മോണിഷന്റെ അർത്ഥം. ഓക്കെ, മനസ്സിലാക്കുക. അഡ്മോണിഷൻ, റെപ്രിമാൻഡ്, വാർണിംഗ് ഇതെല്ലാം ഈ പറയുന്ന പോലെ യെല്ലോ കാർഡിന് സമാനമായതാണ്. അങ്ങനെയെങ്കിൽ റെഡ് കാർഡ് അറിയാലോ, ചുവന്ന കാർഡ് അറിയാലോ എന്താണെന്ന് ഫുട്ബോളിൽ. റെഡ് കാർഡ് എന്ന് പറയുന്നത് അതിന് സമാനമായിട്ട് നമുക്ക് ലീഗൽ വൊക്കാബുലറിയിൽ ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന വാക്കെടുക്കാം. കാരണം റെഡ് കാർഡ് എന്ന് പറഞ്ഞാൽ ഫുട്ബോളിൽ പ്ലെയർ കമ്മിറ്റ്സ് സീരിയസ് മിസ്കോണ്ടക്ട്. ഒരു കളിക്കാരൻ ചില സാരമായിട്ടുള്ള പ്രശ്നങ്ങൾ, നേരത്തെ ഇപ്പോൾ ചെറിയ തെറ്റാണ് ചെയ്യുന്നതെങ്കിലാണ് ഈ പറയുന്നത് യെല്ലോ കാർഡ് കാണിക്കുന്നത്. റെഡ് കാർഡ് എപ്പോഴാണ് വരുന്നത്? പ്ലെയർ കമ്മിറ്റ് സീരിയസ് മിസ്കോണ്ടക്ട്, വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു, വലിയ രീതിയിൽ ഈ പറയുന്ന നിയമം ലംഘിക്കുന്ന കാര്യങ്ങൾ ചെയ്യും. റഫറി സെൻസ് ഹിം ഓഫ്, ഇനി നീ കളിക്കേണ്ട, പുറത്തു പോകാനാണ് പറയുന്നത് റെഡ് കാർഡ്. ഇനി നീ കളിക്കാൻ യോഗ്യനല്ല, പുറത്തു പോകുക. നോ ഫർദർ പാർട്ടിസിപ്പേഷൻ, ഇനി ആ കളിയിൽ ഇവൻ ഭാഗമല്ല. ഇപ്പൊ ഫുട്ബോളിൽ ഈ പറയുന്ന പോലെ വലിയൊരു തെറ്റ്, ഇപ്പൊ ഞാൻ ഫുട്ബോൾ കളിക്കുന്ന ഒരു പ്ലെയറാണ്, ഞാൻ മനഃപൂർവ്വം എൻ്റെ എതിരാളിയുടെ ഈ അടിനാവി നോക്കി ഒരു ചവിട്ടം കൊണ്ട് കൊടുക്കുന്നു, തീർന്നു, അയാളോടെ താഴെ കിടന്ന് കരയുന്നു. അപ്പൊ എന്തായാലും റഫറി എന്താ, ഞാൻ വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഞാൻ കളിക്കുന്നവരുടെ അറിയാതെ ഒരാളുടെ കാലിൽ തട്ടുന്നതും അറിഞ്ഞുകൊണ്ട് ഈ അടിനാവി നോക്കി ചവിട്ടുന്നത് രണ്ടും രണ്ടല്ലേ ആണ്. അങ്ങനെയെങ്കിൽ എനിക്ക് ഫെർദർ പാർട്ടിസിപ്പേഷൻ ഇല്ല. കോടതിയിൽ വരുമ്പോഴത്തേക്ക് കോർട്ട് ഇക്വലന്റ് എന്താന്ന് നോക്കിയേ, ഡിസ്ക്വാളിഫിക്കേഷൻ. മൊത്തത്തിൽ അയാളെ മാറ്റി തന്നു. ഡിസ്ക്വാളിഫിക്കേഷൻ, സസ്പെൻഷൻ, ഇതെല്ലാം ലീഗൽ വൊക്കാബുലറിയിൽ വരുന്നതാണ്. ഡീബാർമെന്റ്, ഡിസ്മിസൽ, വൊക്കാബുലറി. ഓക്കെ, സോറി, വൊക്കാബുലറിയിൽ ഡിബേറ്റ്, ഡീബാർ, അതാണ് കുറിച്ച് ഞാൻ പറയാൻ വരുന്നത്. ഇത്രയും: ഡിസ്ക്വാളിഫിക്കേഷൻ, സസ്പെൻഷൻ, ഡീബാർമെന്റ്, ഡിസ്മിസൽ. ഓക്കെ, വൊക്കാബുലറി അവിടെ കിടന്നുകൊണ്ട് ഞാൻ ആ ഫ്ലോയിൽ അങ്ങ് വായിച്ചത്. അപ്പൊ ശ്രദ്ധിക്കുക, ഡിസ്ക്വാളിഫിക്കേഷൻ, ഇതെല്ലാം ഓക്കെ, വീണ്ടും ഇതെല്ലാം ഈ പറയുന്ന പോലെ റെഡ് കാർഡുമായി ബന്ധപ്പെട്ടാണ്. റെഡ് കാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? പുറത്തു പോവുക, പുറത്താക്കുക, കളഞ്ഞു, എടുത്തു കളയുന്നു നമ്മൾ ഫീൽഡിൽ നിന്ന്. ഇനി നീ കളിക്കണ്ട, നീ വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ലീഗൽ വൊക്കാബുലറിയിലെ ചില വാക്കുകളാണ് ഡിസ്ക്വാളിഫിക്കേഷൻ. പൂർണ്ണമായിട്ട് ഡിസ്ക്വാളിഫൈ, നീ ക്വാളിഫൈഡ് അല്ല ഇതിനകത്ത് നിൽക്കാൻ, പുറത്തു പോകൂ. സസ്പെൻഷൻ, നീ അയോഗ്യനായിരിക്കുന്നു, പുറത്തു പോകൂ. ഡീബാർമെന്റ്, നീ തെറ്റ് ചെയ്തിരിക്കുന്നു, പുറത്തു പോകൂ. ഡിസ്മിസൽ, പുറത്തെടുത്തെറിയുക. ഇത് തന്നെ, എല്ലാം ഒരേ കാര്യം തന്നെ, പുറത്ത് കളയുക. കണ്ടല്ലോ. അതിൽ തന്നെ ഡീബാർ, ഡീബാർ എന്ന വാക്ക് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? കോളേജിലൊക്കെ പഠിക്കുമ്പോൾ കോപ്പി അടിച്ചു കഴിഞ്ഞാൽ, മാൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പരീക്ഷയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഡീബാർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡീബാർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇനി പരീക്ഷയിൽ ആ പരീക്ഷ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു സെന്റൻസ് നോക്കിയേ, ദ കാൻഡിഡേറ്റ് വാസ് ഡീബാർഡ് ഫ്രം ദ എക്സാമിനേഷൻ. കണ്ടില്ലേ, ഡീബാർ എന്ന വാക്ക് എപ്പോഴും പരീക്ഷയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഉപയോഗിച്ച് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്തരത്തിലൊരു ഉദാഹരണം തന്നത്. ദ കാൻഡിഡേറ്റ് വാസ് ഡീബാർഡ് ഫ്രം ദ എക്സാമിനേഷൻ. എക്സാമിനേഷൻ നിന്ന് അയാളെ ഡീബാർ ചെയ്തു ആണല്ലോ. അടുത്തത് ഫൗൾ. ഫൗളിന് സമാനമായ വാക്കാണ് ഒഫൻസ്. ഡയറക്റ്റ് വാക്കാണ്, വലിയ പ്രയാസമൊന്നുമില്ല. ഫുട്ബോളിൽ ഈ പറയുന്ന പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഞാൻ ചെയ്യുന്ന തെറ്റെന്നാണ്, ഞാൻ തെറ്റ് ചെയ്യുമ്പോഴാണല്ലോ റെഡ് കാർഡും യെല്ലോ കാർഡും കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന തെറ്റ്, അതാണ് ഫൗള്. ഞാൻ ഈ പറഞ്ഞ എൻ്റെ എതിർ കളിക്കാരൻ്റെ അടിനാവി നോക്കി ചവിട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന ബാക്കിൽ തള്ളുന്നു. ഫുട്ബോളിൽ ഫൗളിംഗ് എന്ന് പറഞ്ഞാൽ, ഫൗൾ എന്ന് പറഞ്ഞാൽ എന്താണ്? തള്ളുക, വെറുതെ ഒരു കാര്യമില്ലാതെ ഒറ്റ തള്ളിയിടുക. ഹോൾഡിങ്, ഓടുമ്പോഴത്തേക്ക് അവൻ്റെ കാലെ പിടിക്കുക, അവൻ്റെ കയ്യെ പിടിക്കുക. ഡേഞ്ചറസ് ടാക്കിൾ. ഹാൻഡ് ബോൾ, ഇപ്പോൾ പന്ത് അടിച്ചു പൊക്കിയപ്പോഴത്തേക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ കൈ കൊണ്ട് തട്ടി ഗോൾ അടിക്കാൻ നോക്കുന്നത്, അതൊക്കെ ഫൗളാണ്. അപ്പൊ ഇതൊക്കെയാണ് ഫുട്ബോളിലെ ഫൗൾ എങ്കിൽ. ഇത് മാത്രമല്ല, കുറേ ഉണ്ട്. ഇതൊക്കെയാണ് തെറ്റായ കാര്യങ്ങൾ. ഇത് ഓൾ ആർ ഫൗൾസ്. ഇതെല്ലാം ഫൗളാണ്. അതായത് നിയമത്തിന് വിരുദ്ധമായ തെറ്റുകളാണ് ആണല്ലോ. അങ്ങനെയെങ്കിൽ നിയമത്തിലേക്ക് വരുമ്പോൾ അതിലെ ചില ഇക്വലന്റ് വേർഡ്സ് നമുക്ക് നോക്കാം. ഒഫൻസ്, ഒഫൻസ് എന്താണ്? തെറ്റാണ്. ഓക്കെ, നിയമത്തിന് ചേർന്നതല്ല. വയലേഷൻ, നിയമലംഘനം, വയലേഷൻ. ഇൻഫ്രിഞ്ച്മെന്റ്, ലംഘനം തന്നെയാണ്, ബ്രേക്ക് ചെയ്യുക, ലോ ബ്രേക്കിംഗ് ആണ്. ബ്രീച്ച്, ബ്രീച്ചും ബ്രേക്കിംഗ് തന്നെയാണ്. അപ്പൊ ഓർത്ത് വെക്കുക, ഫൗൾ എന്ന് പറയുന്നത്, അപ്പൊ നമുക്ക് ഫുട്ബോളിൽ ഫൗൾ എന്ന വാക്കിന് സമാനമായിട്ട് ലീഗലി ഉപയോഗിക്കാൻ പറ്റുന്ന, ലീഗൽ വൊക്കാബുലറിയിൽ കണ്ടെത്താൻ പറ്റുന്ന 4 വാക്കാണ് ഒഫൻസ്, വയലേഷൻ, ഇൻഫ്രിഞ്ച്മെന്റ്, ബ്രീച്ച്. സിമ്പിൾ അല്ലേ? എളുപ്പമാണ്. നോക്കിയേ, ബ്രീച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ തന്നെ നിങ്ങൾ ഒരുപക്ഷെ ബ്രീച്ചും ഇൻഫ്രിഞ്ച്മെന്റും ഒരു പക്ഷേ ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാരുണ്ടാവാം. അവരോട് പറയുകയാണ്, ബ്രീച്ച് എന്ന് പറഞ്ഞാൽ വയലേഷൻ ഓഫ് എ റൂൾ, ഒരു നിയമലംഘനം എന്ന് തന്നെയാണ് അർത്ഥം. ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്, ഒരു കോൺട്രാക്റ്റിൽ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നു, അപ്പോൾ ഇത് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്, പറഞ്ഞിരിക്കുന്ന നിയമത്തിന് ഞാൻ വിരുദ്ധമായി പ്രവർത്തിക്കുന്നു. ഇൻഫ്രിഞ്ച്മെന്റും അത് തന്നെയാണ്, വയലേഷൻ ഓഫ് എ ലോ ഓർ റൈറ്റ്, ഒരു നിയമത്തെ ഞാൻ വയലേറ്റ് ചെയ്യുന്നത് തന്നെ, രണ്ടും ലംഘനമാണ്.
സോ സിനോണിംസ് ഒക്കെ പഠിക്കുമ്പോൾ ഇതൊക്കെ ഉപകാരപ്പെടും. ബ്രീച്ച്, ഇൻഫ്രിഞ്ച്മെന്റ്. എക്സാമ്പിൾ നോക്കിയേ, കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെന്റ്. പിന്നെ കൂടുതലും ഈ വാക്കുകൾ എന്തിനോട് ചേർന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഇൻഫ്രിഞ്ച്മെന്റ് വാക്ക് നമ്മൾ എപ്പോഴും കാണുന്നത് കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെന്റിലാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ പണ്ടൊക്കെ ഈ പറയുന്ന പോലെ CD-കളുടെയൊക്കെ കാലഘട്ടത്തിൽ അതിൽ എഴുതി കാണിക്കും കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെന്റ്. ഇപ്പോഴും ഈ പറഞ്ഞ പോലെ സിനിമകളൊക്കെ കാണുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് കാണാം കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെന്റ് എന്ന വാക്കുകളൊക്കെ. മനസ്സിലായില്ലേ? ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്, കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെന്റ്, ഇതൊക്കെയാണ് ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് റൂൾ ബുക്ക്. അറിയാലോ, ഇപ്പോൾ ഒരു ഗെയിം, ആ ഗെയിമുമായി ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളും ഒരു പുസ്തകത്തിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കമ്പൈൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, റൂൾ ബുക്ക്. അത് നിയമത്തിലേക്ക് വരുമ്പോൾ, ലീഗൽ വൊക്കാബുലറിയിലേക്ക് വരുമ്പോൾ നമുക്ക് സ്റ്റാറ്റ്യൂട്ട് ബുക്ക് എന്ന് ഉപയോഗിക്കും. ഫുട്ബോളിൽ പ്ലെയേഴ്സ് മസ്റ്റ് ഒബേ ഫിഫ റൂൾസ്. ഈ പറയുന്ന പോലെ ഫിഫയുടെ നിയമങ്ങൾ, ഫുട്ബോളിന്റെ നിയമങ്ങൾ നമ്മൾ അംഗീകരിച്ച് വേണം പ്ലെയേഴ്സ് മുന്നോട്ട് പോകാൻ. കോർട്ടിൽ സിറ്റിസൺസ് മസ്റ്റ് ഒബേ റൂൾസ്. കോടതിയെ സംബന്ധിച്ച് വരുമ്പോഴത്തേക്ക് എല്ലാ ജനങ്ങളും ഈ നാട്ടിൽ ആരൊക്കെയാണെന്ന് പറഞ്ഞാലും, പണം ഉണ്ടെങ്കിലും പവർ ഇല്ലെങ്കിലും, പൈസ ഉണ്ട് പൈസ ഇല്ലാത്തവൻ, പവർ ഉണ്ട് പവർ ഇല്ലാത്തവൻ, എല്ലാവരും നിയമങ്ങൾ പാലിച്ചിരിക്കണം. അങ്ങനെയെങ്കിൽ റൂൾ ബുക്കുമായി സമാനമായ ഒരു വാക്കാണ് സ്റ്റാറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ. ഇനി മനസ്സിലാക്കുക എന്താണ് റിട്ടൺ ലോ. ഇപ്പൊ എന്തുകൊണ്ടാണ് റൂൾ ബുക്കിനെ സ്റ്റാറ്റ്യൂട്ട് ബുക്കായിട്ട് ഞാൻ ഇക്വേറ്റ് ചെയ്തത്? ഫിഫയിലെ നിയമങ്ങളെല്ലാം എഴുതി വെച്ചിരിക്കുന്നത്, ഒരു കളിയുമായി ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളും എഴുതി വെച്ചിരിക്കുന്ന പുസ്തകം എന്താണ്? റൂൾ ബുക്ക്. റൂൾസ് അടങ്ങിയിരിക്കുന്ന പുസ്തകം റൂൾ ബുക്ക്. അപ്പൊ എന്തുകൊണ്ടത് സ്റ്റാറ്റ്യൂട്ട് ബുക്കായിട്ട് ഞാൻ ഇക്വേറ്റ് ചെയ്തു? കാരണം സ്റ്റാറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ റിട്ടൺ ലോ എന്നാണ് അർത്ഥം. എഴുതപ്പെട്ട നിയമം, എഴുതി വെച്ചിട്ടുള്ള നിയമം, സ്റ്റാറ്റ്യൂട്ട്. ഓർത്ത് വെക്കുക, നിങ്ങളുടെ വൊക്കാബുലറി ബിൽഡിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് ആണ്. സ്റ്റാറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ റിട്ടൺ ലോ. ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ലോ മെയ്ഡ് ബൈ എ ലെജിസ്ലേച്ചർ, ഒരു സഭ. മനസ്സിലായില്ലേ? ഏതൊരു സഭ ഉണ്ടാക്കിയ നിയമങ്ങൾ, അതാണ് ഒരു ലെജിസ്ലേച്ചർ. ഈ പറയുന്ന പോലെ ഒരു സഭ, അതായത് നിയമനിർമ്മാതാക്കളായിട്ടുള്ള കുറെ ആൾക്കാർ ചേർന്ന് ഉണ്ടാക്കിയ നിയമം, അതാണ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. കോഡ് എന്ന് പറഞ്ഞാൽ നിയമങ്ങളുടെ കളക്ഷനാണ്, കളക്ഷൻ ഓഫ് ലോസ്. എക്സാമ്പിൾ നോക്കിയേ, ഇന്ത്യൻ പീനൽ കോഡ്. ഇന്ത്യൻ പീനൽ കോഡ്, ഈ പറഞ്ഞ ഭാരതീയ ന്യായ സംഹിത എന്നൊക്കെ പറഞ്ഞ എന്താണ്? നിയമങ്ങളുടെ കളക്ഷനാണ്. അപ്പൊ ഓർത്ത് വെക്കുക, റൂൾ ബുക്ക് അതാണ് നമുക്ക് ഫുട്ബോളിൽ കാണാൻ പറ്റുന്നത്, കളിയുടെ നിയമങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില വാക്കുകൾ. സ്റ്റാറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ട നിയമങ്ങൾ, ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലെജിസ്ലേച്ചർ പാസ്സാക്കിയ നിയമം, നിയമങ്ങളുടെ കളക്ഷനാണ് കോഡ്. അതിന്റെ എക്സാമ്പിൾ ആണ് ഇന്ത്യൻ പീനൽ കോഡ്. ഓക്കെ, അടുത്തത് വാർ. എന്താണ്? ഈ വീഡിയോ അസിസ്റ്റഡ് റെഫറൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ നമുക്കറിയാം, ഒരു കളിയിൽ ഒരാളുടെ കൈ തട്ടിയോ ഇല്ലയോ എന്ന് ചിലപ്പോൾ റെഫറിക്ക് കണ്ടാൽ മനസ്സിലായെന്ന് വരത്തില്ല. അപ്പൊ അതിന്റെ ഫൈനൽ ഡിസിഷൻ ഈ പറയുന്ന പോലെ വീഡിയോയിലൂടെയാണ് പരിശോധിക്കുന്നത്. വീഡിയോയിൽ നോക്കും. ഇപ്പോൾ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് കണക്ട് ആവുന്നത് ക്രിക്കറ്റിൽ റൺ ഔട്ട്. ഇപ്പോൾ ഒരാൾ ബാറ്റ്സ്മാൻ ഓടി ക്രീസിനകത്ത് കയറുന്നു, നമ്മൾ സ്റ്റംപ് ചെയ്യുന്നു. അപ്പൊ റൺ ഔട്ട് അമ്പയറിനെ കണ്ടിട്ട് പെട്ടെന്ന് മനസ്സിലായില്ല. അപ്പൊ അയാൾ എന്ത് ഇങ്ങനെ കാണിക്കും? ഇതെന്താ സംഭവം? അതിനകത്ത് ഒരു വീഡിയോ അസിസ്റ്റഡ് റെഫറൻസ് ആണ്, വീഡിയോ നോക്കി മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് ജുഡീഷ്യൽ റിവ്യൂ. അതായത് കളിക്കളത്തിലുള്ള റഫറിക്ക് അതിനകത്തൊരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല, അയാൾക്ക് വീഡിയോയുടെ അസിസ്റ്റൻസ് വേണം, അതുകൊണ്ട് മറ്റൊരാളെ അത് ഏൽപ്പിക്കുന്നു. അത് നമുക്ക് ജുഡീഷ്യൽ റിവ്യൂ എന്ന വാക്കുമായിട്ട് താരതമ്യം ചെയ്യാം. കേട്ടോളൂ, ദിസ് ഇസ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് കമ്പാരിസൺ. സോ ഇത്രയും ഞാൻ പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നല്ലൊരു കമ്പാരിസൺ ആണ് ഇത്. കേട്ടോളൂ, ഫുട്ബോളിൽ റഫറി മേക്സ് ഡിസിഷൻസ്, സംശയമൊന്നുമില്ല. നിയമങ്ങൾ എൻഫോഴ്സ് ചെയ്യുന്ന ആൾ റഫറിയാണ്, അദ്ദേഹമാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. വേർ ചെക്സ് വീഡിയോ എവിഡൻസ്, VAR എന്ന് പറഞ്ഞാൽ വീഡിയോ അസിസ്റ്റഡ് റെഫറൻസ്. അവിടെ വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എവിഡൻസ് നോക്കുന്നു. റഫറിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല അത് ഗോളാണോ കൈ തട്ടിയൊന്നും അറിയില്ല, അദ്ദേഹം വീഡിയോ റെഫറൻസിന് വേണ്ടി ആവശ്യപ്പെടുന്നു. ഡിസിഷൻ മാറിയേക്കാം, അല്ലേ? നമ്മൾ എത്രയോ സ്ഥലത്ത് കണ്ടിരിക്കുന്നു. ഈ പറഞ്ഞ ക്രിക്കറ്റിലൊക്കെ റൺ ഔട്ട് എന്ന് നമ്മൾ പറയും, പിന്നെ അത് മാറ്റും, ആണല്ലോ. കോർട്ടിൽ ലോവർ കോർട്ട് എന്ത് ചെയ്യുന്നു? ഒരു ജഡ്ജ്മെന്റ് പറയുന്നു. അപ്പൊ ഞാനൊരു തെറ്റ് ചെയ്ത് ലോവർ കോർട്ട് എന്നെ ശിക്ഷിച്ചു, ഞാനൊരു റിവ്യൂ കൊടുക്കും, നേരെ അപ്പർ കോർട്ടിലോട്ട് ഹൈക്കോടതിയിലേക്ക് പോകും. ഡിസിഷൻ മേ ചേഞ്ച്. ഇതാണ് സംഭവം. വേറും VARഉം ജുഡീഷ്യൽ റിവ്യൂ. എളുപ്പമല്ലേ? പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ അത്. റിവ്യൂ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? റീ എക്സാമിനേഷൻ ആണ്, ഒന്നും കൂടെ പരിശോധിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട മറ്റൊരു വാക്ക് അപ്പീൽ, റിക്വസ്റ്റ് ടു റീകൺസിഡർ ഡിസിഷൻ. അതായത് ഈ പറഞ്ഞ പോലെ സെഷൻസ് കോടതി എന്നെ ഞാൻ തെറ്റുകാരനാണെന്ന് വിധിച്ചു, ഞാൻ ഹൈക്കോടതിയിൽ പോകുന്നു. ജില്ലാ കോടതി എന്നെ പറഞ്ഞു ഞാൻ തെറ്റുകാരനാണെന്ന്, ഞാൻ ഹൈക്കോടതിയിൽ പോകും. അപ്പോൾ ആ ഹൈക്കോടതി ഞാൻ അപ്പീൽ ഫയൽ ചെയ്യണം. അപ്പീൽ എന്ന് പറഞ്ഞാൽ ആ ഡിസിഷൻ റീകൺസിഡർ ചെയ്യണം. അപ്പൊ റിവ്യൂ എന്ന് പറഞ്ഞാൽ പുനഃപരിശോധന, അപ്പീൽ എന്ന് പറഞ്ഞാൽ ആ ഡിസിഷൻ റീകൺസിഡർ ചെയ്യാൻ ഉള്ള റിക്വസ്റ്റ് ആണ് അപ്പീൽ. മനസ്സിലായല്ലോ?
ഫോർ എക്സാമ്പിൾ നോക്കിയേ, ദ അക്യൂസ്ഡ് ഫയൽ ആൻ അപ്പീൽ, ആ കുറ്റാരോപിതൻ ഒരു അപ്പീൽ ഫയൽ ചെയ്തു. ഓക്കെ, അടുത്തത് പെനാൽറ്റി പണിഷ്മെന്റ്. സിമ്പിൾ ആണല്ലോ, മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പെനാൽറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പെനാൽറ്റി അടിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഊഹിക്കാം. ഇപ്പൊ ഫുട്ബോളിൽ ഒരു പെനാൽറ്റി ഉണ്ട്, എന്താന്ന് കേട്ടുള്ളൂ. ഫുട്ബോളിൽ സീരിയസ് ഫൗൾ ഇൻസൈഡ് ബോക്സ്, അറിയാലോ, ബോക്സിനകത്ത് വെച്ച് ഈ പറയുന്ന പോലെ എതിർ ടീമിലെ പ്ലെയർ മനഃപൂർവ്വം എന്തെങ്കിലും കള്ളത്തരം കാണിക്കും. അങ്ങനെ ബോക്സിനകത്ത് വെച്ചൊരു വലിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ പെനാൽറ്റി ഈസ് അവോർഡഡ്. അപ്പോൾ എതിർ ടീമിന് ആരാണോ തെറ്റ് ചെയ്ത്, അപ്പോൾ മറ്റേ എതിർ ടീമിന് ഒരു പെനാൽറ്റി അടിക്കാം. എന്താണ് സംഭവം? ആ പോസ്റ്റിന് നേരെ പന്ത് വെച്ചിട്ട് അടിക്കുക. പെനാൽറ്റി അറിയാലോ, പറയണ്ടല്ലോ. കോടതിയിൽ ഈ പറയുന്ന ഒരു കുറ്റം നടന്ന് കൊടുക്കുന്ന ശിക്ഷയാണ് പെനാൽറ്റി എന്ന് പറയുന്നത്. പണിഷ്മെന്റ് ഇസ് റിവാർഡ്. രണ്ടിടത്തും എന്താണ്? ശിക്ഷയാണ്. അത് ഫുട്ബോളിൽ വരുമ്പോൾ പെനാൽറ്റി എന്ന് പറയുന്നു, ഇവിടെ അത് പണിഷ്മെന്റ് തന്നെയാണ്. രണ്ടും ഒന്ന് തന്നെ. സീരിയസ് ഒരു തെറ്റ് നടക്കുന്നു, പണിഷ്മെന്റ് അവോർഡ് ചെയ്യുന്നു, ഇൻ ബോത്ത് കേസസ്. ഇനി ലീഗൽ വൊക്കാബുലറിയിലേക്ക് വരുമ്പോൾ പണിഷ്മെന്റിന് പകരം നമുക്ക് പെനാൽറ്റി തന്നെ ഉപയോഗിക്കാം. അല്ലെ, ഇപ്പൊ നമ്മൾ AI ക്യാമറ നമ്മളെ പെനാൽറ്റി അടിക്കുകയല്ലേ ചെയ്യുന്നത്. നമ്മൾ ഹെൽമെറ്റ് വെക്കാതെ പെനാൽറ്റി, ഫൈൻ, പിഴ അടയ്ക്കേണ്ടി വരും. നമ്മൾ അടയ്ക്കുന്ന പൈസ എന്താണ്? പിഴ, ഫൈൻ, സാങ്ഷൻ, പണിഷ്മെന്റ്. ഇതെല്ലാം തന്നെ ഇതിന് സമാനമായിട്ടുള്ള കുറച്ച് ലീഗൽ ഐറ്റംസ് ആണ്. ശ്രദ്ധിക്കുക, ഇതെല്ലാം സമാനമായിട്ടുള്ള ലീഗൽ ഐറ്റംസ് ഉണ്ട്. പെനാൽറ്റി, ഫൈൻ, സാങ്ഷൻ ആൻഡ് പണിഷ്മെന്റ്. ഇതെല്ലാം ഇതെല്ലാം സിനോണിംസ് ആണെന്നല്ല, സമാനമായിട്ടുള്ള ഒരേ ക്ലസ്റ്ററിൽ പെടുത്താൻ പറ്റുന്ന എന്നാണ് അർത്ഥം. സെന്റൻസ് നോക്കിയേ, ദ കോർട്ട് ഇമ്പോസ്ഡ് എ പെനാൽറ്റി. ആ അയാൾ തെറ്റ് ചെയ്തെന്ന് കണ്ടുപിടിച്ചപ്പോൾ കോർട്ട് ഒരു പെനാൽറ്റി അടിച്ചു കൊടുത്തു. അതിനർത്ഥം എന്താണ്? പണിഷ്മെന്റ് കൊടുത്തു എന്ന് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ്, അപ്പീൽ ഫോർ പെനാൽറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ലീഗൽ അപ്പീൽ. അപ്പീൽ, അതായത് പെനാൽറ്റിക്ക് വേണ്ടിയുള്ള അപ്പീൽ. ഫുട്ബോളിൽ പ്ലെയർ ബിലീവ്സ് ഫൗൾ ഒക്കേർഡ്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ എന്റെ ടീമിന്റെ ഗോൾ പോസ്റ്റ്, അല്ല, ഈ പറഞ്ഞ എതിർ ടീമിന്റെ ഗോൾ പോസ്റ്റ്, ഞാൻ ഗോൾ അടിക്കാനായിട്ട് പോയപ്പോഴത്തേക്ക് ഒരുത്തൻ എന്നെ തലക്കടിച്ചു. എനിക്കറിയാം അവനൊരു വയലേഷൻ നടത്തി, അവൻ തെറ്റ് ചെയ്തു. പ്ലെയർ ബിലീവ്സ് ഫൗൾ ഒക്കേർഡ്. ഞാൻ പറയുന്നോടെ തെറ്റ് നടന്നു. അപ്പീൽ ടു റെഫറി. ഞാൻ റെഫറിയോട് അപ്പീൽ ചെയ്യും. റെഫറി, തെറ്റ് സംഭവിച്ചു, ഇടപെടൂ എന്ന് ഞാൻ പറയും. അതാണ് അപ്പീൽ. ഓക്കെ, അതിനപ്പോ അപ്പീൽ ഫോർ പെനാൽറ്റി. ഫുട്ബോളിൽ അതാണ് സംഭവം. ഇപ്പൊ ലീഗൽ അപ്പീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കിക്കോളൂ. കോർട്ടിൽ ലോയർ ബിലീവ്സ് ജഡ്ജ്മെന്റ് ഇസ് റോങ്. ഈ പറഞ്ഞാൽ എന്റെ വക്കീൽ വാദിച്ചിട്ട് ഞാൻ തോറ്റു, ഞാൻ തെറ്റുകാരനാന്ന് പറയും. അപ്പൊ എന്റെ വക്കീൽ എന്ത് ചെയ്യും? അദ്ദേഹത്തിന് മനസ്സിലായി ജില്ലാ കോടതി പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്, അപ്പീൽസ് ടു ഹയർ കോർട്ട്. അദ്ദേഹം പോയി ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് ഈ അപ്പീൽ എന്ന് പറയുന്നത്? ഈ തീരുമാനം റീകൺസിഡർ ചെയ്യാനുള്ള അപ്പീൽ. മനസ്സിലായല്ലോ, ഇതാണ് സംഭവം. രണ്ടും ഒന്ന് തന്നെ. അപ്പോൾ അപ്പീലുമായി ബന്ധപ്പെട്ട ചില ടേംസ് കണ്ടോളൂ. അപ്പീൽ, പെറ്റീഷൻ, റെപ്രസെന്റേഷൻ, ആപ്ലിക്കേഷൻ, ഇതെല്ലാം ഈ പറയുന്ന പോലെ അതുമായി സമാനമായ ചില ടേംസ് ആണ്. ഓർത്ത് വെച്ചേക്കണം. നമ്മൾ വെറുതെ പറഞ്ഞു പോവുകയല്ല, ഫുട്ബോളിനെ രസകരമാക്കുകയല്ല നമ്മുടെ ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ടൊരു വാക്ക് ലീഗലി നമ്മളത് കണക്ട് ചെയ്ത് പഠിക്കുകയാണ്. ഓക്കെ, ഇനി അടുത്തത് അസിസ്റ്റന്റ് റെഫറി, കോർട്ട് ഓഫീസർ. അസിസ്റ്റന്റ് റെഫറി എന്ന് പറഞ്ഞാൽ ആരാണ്? ഫുട്ബോളിൽ ലൈൻസ്മാൻ അസിസ്റ്റ് റെഫറി. അദ്ദേഹമാണ്, അസിസ്റ്റന്റ് റെഫറിയാണ് എവിഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. റെഫറിക്ക് ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഈ പറയുന്ന പോലെ അസിസ്റ്റന്റ് റെഫറിയാണ്. കോടതിയിൽ കോർട്ട് ഓഫീസർ, രജിസ്ട്രാർ, ക്ലർക്ക്, ഇവരൊക്കെയാണ് ആ കോടതിയുടെ പ്രൊസീഡിങ്സ് ഉണ്ടല്ലോ, ഒരുപാട് കാര്യങ്ങൾ. ഈ പറഞ്ഞ തെളിവ് ഹാജരാക്കുന്നു, തെളിവ് പരിശോധന, അങ്ങനെ ഒരുപാട് കാര്യം. ഇതെല്ലാം ജഡ്ജ് ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലോ. അപ്പോ റെഫറിയെ തീരുമാനമെടുക്കാൻ വേണ്ടി എവിഡൻസ് കൊടുത്ത് സഹായിക്കുന്ന ആളാണ് ഈ പറഞ്ഞ അസിസ്റ്റന്റ് റെഫറി. അങ്ങനെയെങ്കിൽ കോടതിയിൽ ജഡ്ജിനെ സഹായിക്കാൻ ഈ പറഞ്ഞ പ്രൊസീജിയറൽ അസിസ്റ്റൻസ്, കോടതി കാര്യങ്ങൾ കൃത്യമായി നടക്കാൻ വേണ്ടി അയാൾക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുന്ന കോർട്ട് ഓഫീസർ, രജിസ്ട്രാർ, ക്ലർക്ക്, ഇവരെല്ലാം ഒരു അസിസ്റ്റന്റ് റെഫറിക്ക് തുല്യമാണ്. കോടതിയിൽ വരുമ്പോൾ ഇങ്ങനെയാണ്. മനസ്സിലായല്ലോ? കോർട്ട് ഓഫീസർ, രജിസ്ട്രാർ, ക്ലർക്ക്, ഇവരെല്ലാവരും പ്രൊസീജിയർ അസിസ്റ്റൻസ് കൊടുക്കുന്നു. രജിസ്ട്രാർ എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. ഒരു കോടതിയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് രജിസ്ട്രാർ. അപ്പൊ ഇത് ഹൈക്കോർട്ട് സ്റ്റുഡൻസിന് ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം കൂടെയാണ്. മനസ്സിലായല്ലോ? നെക്സ്റ്റ്, മാച്ച് റിപ്പോർട്ട്, ലീഗൽ റെക്കോർഡ്. എന്താണ് ഈ മാച്ച് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ? മാച്ച് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഫുട്ബോളിൽ കളി കഴിഞ്ഞതിന് ശേഷം ഒഫീഷ്യൽസ് പ്രിപ്പയർ റിപ്പോർട്ട്, ഒരു റിപ്പോർട്ട് തയ്യാറാക്കുമല്ലോ. ഇന്ന ടീം, ഇപ്പോൾ എല്ലാ കളിയിലും ഉണ്ടാവും ഈ മാച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത്. റിപ്പോർട്ട് തയ്യാറാക്കും, എന്താണ് ആ കളിയിൽ സംഭവിച്ച കംപ്ലീറ്റ് കാര്യങ്ങൾ വെച്ചിട്ട്. കോടതിയിൽ ഹിയറിംഗിന് ശേഷം കോർട്ട്
പ്രിപ്പയർസ് റെക്കോർഡ്സ്. ഇല്ലേ, നമ്മൾ ടി വിയിലൊക്കെ കേൾക്കാറില്ല, ഇത്ര പേജുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചതെന്നൊക്കെ പറയാറുണ്ടല്ലോ, ഇത്ര പേജുള്ള വിധി എന്നൊക്കെ പറയാറുണ്ടല്ലോ. അതൊക്കെ റെക്കോർഡാണ്. കോർട്ട് ഒരു റെക്കോർഡ് പ്രിപ്പയർ ചെയ്യും. കോർട്ട് പ്രിപ്പയർസ് റെക്കോർഡ്സ്. ഈ തെളിവുകളെല്ലാം ശേഖരിച്ച റെക്കോർഡ്സ് ഉണ്ടോ. സോ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് വൊക്കാബുലറി കണ്ടോളൂ. ഡോക്യുമെന്റേഷൻ, റെക്കോർഡ്, പ്രൊസീഡിങ്സ്, ഡിപ്പോസിഷൻ. ഇതെല്ലാം തന്നെ ശ്രദ്ധിക്കുക, ലീഗൽ റെക്കോർഡുമായി വരും. ലീഗൽ റെക്കോർഡ്സ് എന്ന് പറയുന്ന ഒരു ക്ലസ്റ്ററിൽ നമുക്ക് പെടുത്താൻ വരുന്ന ചില വാക്കുകളാണ് ഡോക്യുമെന്റേഷൻ, റെക്കോർഡ്, പ്രൊസീഡിങ്സ്, ഡിപ്പോസിഷൻ. ഓക്കെ, അടുത്തത് ക്യാപ്റ്റൻ ആണ് അഡ്വക്കേറ്റ്. ഫുട്ബോളിൽ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ടീമിന് വേണ്ടി സംസാരിക്കുന്ന വ്യക്തി. ആ അർത്ഥത്തിൽ മനസ്സിലാക്കുക. ടീമിന് വേണ്ടി ആര് സംസാരിക്കും? ക്യാപ്റ്റൻ സംസാരിക്കും. കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് റഫറി. റഫറിയോട് ആരാ? ഡിസിഷൻ മേക്കർ ആയ റഫറിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആരാണ്? എന്താ പറയാ, ടീം ക്യാപ്റ്റൻ ആണ്. ക്രിക്കറ്റിലൊക്കെ നിങ്ങൾ കണ്ടുള്ളതല്ലേ അത്. പ്ലെയറിനെ റെപ്രസെന്റേറ്റ് ചെയ്യുന്ന ആരാണ്? ആ ടീം എന്ത് ചെയ്താലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആർക്കാണ്? ക്യാപ്റ്റൻ ആണ്. കോടതിയിൽ ഇപ്പൊ ഞാൻ ഒരു തെറ്റ് ചെയ്തു, കോടതിയിൽ ഞാനാണോ ജഡ്ജിയോട് സംസാരിക്കുന്നത്? അല്ല. ആരാ എനിക്ക് വേണ്ടി സംസാരിക്കുന്നത്? ഡിസിഷൻ മേക്കർ ആയ ജഡ്ജിനോട് സംസാരിക്കുന്നത് ആരാണ്? അഡ്വക്കേറ്റ് ആണ്. അഡ്വക്കേറ്റ് സ്പീക്സ് ഫോർ ദ ക്ലയന്റ്. ക്ലയന്റിന് വേണ്ടി സംസാരിക്കുന്ന ആള്, ജഡ്ജിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആള്, എന്നെ റെപ്രസെന്റ് ചെയ്യുന്ന ആള്, ടീമിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആള് ക്യാപ്റ്റൻ ആണെങ്കിൽ എന്നെ റെപ്രസെന്റ് ചെയ്യുന്ന ആള് ആരാണ്? അഡ്വക്കേറ്റ് ആണ്. മനസ്സിലായല്ലോ? ഇനി അഡ്വക്കേറ്റിന് സമാനമായ ചില വാക്കുകൾ കണ്ടോളൂ. അഡ്വക്കേറ്റ്, കൗൺസൽ, അറ്റോർണി, റെപ്രസെന്റേറ്റീവ്. ഇതല്ല നിങ്ങൾ ലീഗൽ ത്രില്ലർ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം ഈ പറയുന്ന പോലെ ഈ കൗൺസൽ, അഡ്വക്കേറ്റ്, അറ്റേർണിയുള്ള വാക്കുകളൊക്കെ നിങ്ങൾ, റെപ്രസെന്റേറ്റീവ് ഒക്കെ നിങ്ങൾ കണ്ടു കാണും. അടുത്തത് സ്പെക്ടേറ്റേഴ്സ്. സ്പെക്ടേറ്റേഴ്സ് കാഴ്ചക്കാർ, പബ്ലിക്. സ്പെക്ടേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഫുട്ബോളിൽ പബ്ലിക് വാച്ചസ് പ്രൊസീഡിങ്സ്, കളി കാണാൻ വരുന്ന കാഴ്ചക്കാർ. കോർട്ടിൽ പബ്ലിക് ഈ പ്രൊസീഡിങ്സ് ഒബ്സർവ് ചെയ്യുന്ന പബ്ലിക്. വൊക്കാബുലറി, പബ്ലിക്കുമായി ബന്ധപ്പെട്ട വൊക്കാബുലറി എന്താണ്? ഓഡിയൻസ്, ഒബ്സർവേഴ്സ്, പബ്ലിക്, ഓൺലുക്കേഴ്സ്. നമ്മളിപ്പോ ഒരു വാക്ക് പഠിക്കുക എന്നല്ല, അതിന് സമാനമായ ചില വാക്കുകൾ കൂടെ പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. മനസ്സിലായി? അതുവഴി നമുക്ക് വൊക്കാബുലറി ബിൽഡ് ചെയ്യും. സോ എക്സ്ട്രാ ടൈം, അതാണ് എക്സ്റ്റൻഷൻ. ഇപ്പൊ ഫുട്ബോളിൽ ഈ പറഞ്ഞ 90 മിനിറ്റ് കഴിഞ്ഞ് എക്സ്ട്രാ ടൈം 5 മിനിറ്റ് 7 മിനിറ്റ് കൊടുക്കുമല്ലോ. ഫുട്ബോളിൽ അഡീഷണൽ ടൈം കൊടുക്കുന്നതിനെയാണ് എക്സ്ട്രാ ടൈം എന്ന് വിളിക്കുന്നത്. അപ്പൊ എക്സ്റ്റൻഷൻ എന്താണ്? ലീഗൽ വൊക്കാബുലറിയിൽ വരുമ്പോൾ എക്സ്റ്റൻഷൻ എന്താണ്? എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർട്ടിൽ അഡീഷണൽ ടൈം ഗ്രാൻഡഡ്. ചില തെളിവുകൾ ഹാജരാക്കാൻ, ചില ആൾക്കാരെ ചോദ്യം ചെയ്യാൻ അഡീഷണൽ ടൈം ഗ്രാൻഡ് ചെയ്യുന്നു. അതാണ് വൊക്കാബുലറി. അപ്പൊ ശ്രദ്ധിക്കുക, എക്സ്റ്റൻഷനുമായി ബന്ധപ്പെട്ട ചില ടേംസ് കണ്ടോളൂ. എക്സ്റ്റൻഷൻ, അഡ്ജേൺമെന്റ്, പോസ്റ്റ്പോൺമെന്റ്. അതിൽ അഡ്ജേൺമെന്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അഡ്ജേൺമെന്റ്, പോസ്റ്റ്പോൺമെന്റ്, ഇതെല്ലാം അഡീഷണൽ ടൈമുമായി ബന്ധപ്പെട്ട ചില വേർഡ്സ് ആണ്. അടുത്തത് ഓഫ് സൈഡ്, ടെക്നിക്കൽ വയലേഷൻ. ഇത് രണ്ടും കൂടെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാവുന്നേ ഉള്ളൂ. ഓഫ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഫ് സൈഡ് എന്ന് പറഞ്ഞാൽ ഫുട്ബോളിൽ നോട്ട് നെസസറിലി ഡേഞ്ചറസ്, ഭയങ്കര ഡേഞ്ചറസ് ആയ കുറ്റമല്ല. ഓഫ് സൈഡ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ ഫുട്ബോളിൽ. പക്ഷേ റൂൾസിന്റെ വയലേഷൻ ആണ്. അപ്പൊ ശ്രദ്ധിക്കുക, റൂൾസിന്റെ വയലേഷൻ ആണ്. ഒരു പ്ലെയർ ഓഫ് സൈഡ് നിൽക്കുക എന്ന് പറഞ്ഞാൽ റൂൾസിന്റെ വയലേഷൻ ആണ്, പക്ഷേ നോട്ട് നെസസറിലി ഡേഞ്ചർ, ഭയങ്കര ഡേഞ്ചറസ് ആയ കുറ്റമൊന്നുമല്ല. കോടതിയിലേക്ക് വരുമ്പോൾ ടെക്നിക്കൽ വയലേഷൻ എന്ന് പറഞ്ഞാൽ പ്രൊസീഡിങ്സിന്റെ വയലേഷൻ തന്നെയാണ്, സംശയമില്ല, വയലേഷൻ ആണ്, പക്ഷെ അത്ര ഗുരുതരമല്ലാത്ത. അപ്പോ അതുമായി ബന്ധപ്പെട്ട ചില വാക്കുകൾ കേട്ടോളൂ. ഇറഗുലാരിറ്റി, പ്രൊസീഡ്യൂറൽ ലാപ്സ്, ഇൻഫ്രിഞ്ച്മെന്റ്, ലംഘനം. അത് വീണ്ടും വന്നിട്ടുണ്ട്. പ്രൊസീജിയറൽ ലാപ്സ്, ഇറഗുലാരിറ്റി. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ വൊക്കാബുലറി ഒന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്യാണ്. ഫുട്ബോളും ലീഗൽ വേർഡും. റഫറി ആരാണ്? ജഡ്ജ്. യെല്ലോ കാർഡ് എന്താണ്? വാർണിംഗ് അല്ലെങ്കിൽ അഡ്മോണിഷൻ. റെഡ് കാർഡ് എന്താണ്? ഡിസ്ക്വാളിഫിക്കേഷൻ അഥവാ ഡീബാർമെന്റ്. ഫൗൾ എന്താണ്? ഒഫൻസ്. റൂൾ ബുക്ക് എന്താണ്? സ്റ്റാറ്റ്യൂട്ട്. പെനാൽറ്റി എന്താണ്? പണിഷ്മെന്റ്. പിന്നെ VAR എന്നാണ്? ജുഡീഷ്യൽ റിവ്യൂ. അപ്പീൽ ടു റഫറി എന്താണ്? ലീഗൽ അപ്പീൽ. അസിസ്റ്റന്റ് റഫറി ആരാണ്? രജിസ്ട്രാർ അഥവാ കോർട്ട് ഓഫീസർ. മാച്ച് റിപ്പോർട്ട് എന്താണ്? റെക്കോർഡ് അഥവാ പ്രൊസീഡിങ്സ്. ക്യാപ്റ്റൻ ആരാണ്? അഡ്വക്കേറ്റ്. ഓഫ് സൈഡ് എന്നാണ്? ടെക്നിക്കൽ വയലേഷൻ. എക്സ്ട്രാ ടൈം, എക്സ്റ്റൻഷൻ, മാച്ച് റൂൾസ്, റെഗുലേഷൻസ്, ടൂർണമെന്റ്, ലിറ്റിഗേഷൻ പ്രോസസ്. ലൂസ്ലി ഞാൻ ഇവിടെ ഒരു പുതിയ വാക്ക് നിങ്ങൾ കാണിച്ചു തന്നു എന്ന് മാത്രം. സോ ഓർത്ത് വെക്കേണ്ട കാര്യം, എ ഫുട്ബോൾ മാച്ച് ആൻഡ് എ കോമ്പറ്റേറ്റീവ് എക്സാം ആർ സർപ്രൈസിംഗ്ലി സിമിലർ. ഇപ്പൊ എന്തുകൊണ്ട് ഈ ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ സമയത്ത് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തെന്ന് പറഞ്ഞാൽ, ഒരു ഫുട്ബോൾ മാച്ച് പോലെ തന്നെയാണ് ഒരു മത്സര പരീക്ഷയും. രണ്ടിനും റൂൾസ് ഉണ്ട്, ടൈം ലിമിറ്റ് ഉണ്ട്, സമ്മർദ്ദമുണ്ട്, ജയിക്കാനുള്ള സ്ട്രാറ്റജി ഉണ്ട്, ഫൗളുകളും അവസരങ്ങളും എല്ലാം ഉണ്ട്. സോ ദ ഡിഫറൻസ് ഇസ് ദാറ്റ്, ഇതിലെ വ്യത്യാസം എന്താണ്? ഇൻ ഫുട്ബോൾ യു സ്കോർ ഗോൾസ്. ഫുട്ബോളിൽ നമ്മൾ ഗോൾ അടിക്കുന്നു,
ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിൽ നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്തു. ദ പ്ലെയർ ഹു കീപ്സ് ഹിസ് ഐ ഓൺ ദ ബോൾ, വീണ്ടും അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ഒരു ഇഡിയം വെച്ച് തന്നെ പറയുകയാണ്, ഹു കീപ്സ് ദ ഐ ഓൺ ദ ബോൾ, ഫോക്കസ്ഡ് ആയി നിൽക്കുന്ന ആൾ കളി ജയിക്കും. ദ സ്റ്റുഡന്റ് ഹു കീപ്സ് ഹിസ് ഐ ഓൺ ദ സിലബസ്, സിലബസിൽ ഫോക്കസ് ചെയ്യുന്ന ഒരാൾ ജോലി സ്വന്തമാക്കും. ഓക്കെ, സോ ഇതോടുകൂടി നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫുട്ബോളിന്റെ ഒരു ലഹരിയിൽ നിൽക്കുന്ന എല്ലാവർക്കും ജസ്റ്റ് നമ്മുടെ പഠിക്കാനുള്ള സിലബസുമായിട്ട് നമുക്ക് എങ്ങനെ ഈ ഫുട്ബോളിനെ കണക്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം എന്നത് മാത്രമായിരുന്നു ഈ വീഡിയോ കൊണ്ടുള്ള ലക്ഷ്യം. അപ്പോൾ രസകരമായിട്ട് കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം വീണ്ടും പറയുകയാണ്, നമ്മുടെ ബാച്ച് 3 അഡ്മിഷൻസ് ഓൺഗോയിങ് ആണ്. ക്ലാസ്സസിൽ എൻറോൾ ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമുക്ക് റെക്കോർഡഡ് സെഷൻസ്, ലൈവ് ക്ലാസ്സസ്, മോക്ക് ടെസ്റ്റ്, പിന്നെ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗിന്റെ ഏറ്റവും ബെസ്റ്റ് ട്രെയിനിങ് ആണ് ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.